സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. വിവിധ പ്രദേശങ്ങളിൽ ശക്തമായി ഇപ്പോൾ മഴ ലഭിക്കുന്നുണ്ട്. മഴക്കെടുതികൾ രൂക്ഷമായിരിക്കുന്നു. നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് അടക്കം മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അത് പിൻവലിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്ര മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 3.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 14 മുതൽ 68 സെന്റിമീറ്റർ വരെ ആകാമെന്നുമാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കണം എന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയ്ക്കാണ് കേരളത്തിൽ സാധ്യത. മെയ് 22-ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 23-ാം തീയതി ഇടുക്കി, പാലക്കാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് മെയ് 21-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ഇത്രയും ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിലെല്ലാം തന്നെ അതിതീവ്ര മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെയും ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 115 മുതൽ 204 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. കേരള തീരത്തും ചക്രവാത ചുഴി തുടരുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിൽ വടക്കൻ കേരള തീരത്തും ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 3 ദിവസം കൂടി പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി ശക്തി പ്രാപിക്കാൻ വൈകുകയാണെങ്കിൽ അറബിക്കടൽ സിസ്റ്റം വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മഴ കുറയുമെന്നും അറിയിപ്പുകൾ ലഭ്യമായിരിക്കുന്നു.